അർജുന്റെ മൃതദേഹം ഗംഗാവലിപ്പുഴയിൽ നിന്നും ലഭിച്ചതറിഞ്ഞ് ജനപ്രതിനിധികളടക്കം നിരവധി പേരാണ് അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നത്. DNA പരിശോധന നടത്തണമെന്നതാണ് കുടുംബത്തിന്റെയും ആവശ്യം. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചു. എന്നാൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് കർണാടക സർക്കാർ തന്നെ വഹിക്കും. MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, പ്രതീക്ഷയോടെ ഇത്രയും ദിവസം കാത്തിരുന്ന ഒരു കുടുംബമാണ്. അത്രത്തോളമൊന്നും പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്ന് ജിതിൻ പറയുമെങ്കിലും കേരളത്തിന്റെയും കുടുംബത്തിന്റെയും അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സ്ഥിരീകരണം വേണമെന്ന് അർജുന്റെ അമ്മയടക്കം ആവർത്തിച്ച് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്രയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എത്തുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ജനപ്രതിനിധികൾ ഓരോരുത്തരായി അവിടേക്ക് എത്തുന്നുണ്ടോ? അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലാണ് നമ്മളുള്ളത്. അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ DNA പരിശോധനയ്ക്ക് ശേഷം അത്തരം കാര്യങ്ങളിൽ തീരുമാനമാകുമെന്നുള്ളതാണ്. നമ്മളോടൊപ്പം അർജുൻ്റെ അയൽവാസിയായിട്ടുള്ള രവിയേട്ടനുണ്ട്. രവിയേട്ട, 71 ദിവസത്തോളമുള്ള 3 ഘട്ടങ്ങളായിട്ടുള്ള തെരച്ചിലിന് ശേഷമാണിപ്പോൾ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കുടുംബം എന്താണ് പറയുന്നത്? കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത എന്നുള്ളൂ. ദുഃഖം മറച്ചുകൊണ്ടുള്ളൊരു ആശ്വാസം മാത്രമാണ്. അതെല്ലാം കണ്ടിട്ട് ആ വേദന എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ശരി, അവൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആശ്വാസം കിട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ നാട്ടുകാരും നാട്ടിലെ ആൾക്കാരും മറ്റ് ഗവൺമെൻറ്റും നിങ്ങളെ മാധ്യമപ്രവർത്തകരും എല്ലാം ഇത്രയും നാൾ ഈ 72 ദിവസം നടത്തിയ ത്യാഗത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദുഃഖം മാതിരി തന്നെ ഓരോരുത്തരും അനുഭവിക്കും. കാരണം ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേദന വളരെ വ്യാപ്തിയുള്ളതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും യാതൊരു മോചനം ഇല്ലെങ്കിൽ പോലും ഇതൊരു വലിയൊരു ആശ്വാസമായുള്ള വാർത്തയാണ്. അത്രേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. കുടുംബത്തിനോട് സംസാരിച്ച കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വിധത്തിൽ തന്നെയാണ് അവർ ഇത്രയും ദിവസമായതോടുകൂടി അതോടുകൂടി ഇഴകി ചേർന്നിരിക്കുന്നത്. താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഈ വിധത്തിലാണ് അവരെത്തിയത്. അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് അയൽവാസികളും ഒപ്പം തന്നെ നാട്ടുകാരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പറയാനുള്ളത്. അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ സഹായങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി നമ്മളോട് MLA തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, കർണാടക സർക്കാരും അതോടൊപ്പം തന്നെ ഈയൊരു കാര്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള മുഴുവൻ ചെലവുകളും കർണാടക സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും അല്ലെങ്കിൽ അതിനുശേഷം എന്താണ് ഇനി അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടക്കുക. ശരി രാഗേഷ്.